തിങ്കളാഴ്ച നല്ല ദിവസം. ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ സാധാരണ കുട്ടികൾക്ക് അത് ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെയും പരീക്ഷകളുടെയും ഒക്കെ പിരിമുറുക്കങ്ങൾ നൽകുന്ന ദിവസമായിട്ട് ചിലപ്പോഴൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? തിങ്കളാഴ്ച നല്ല ദിവസമാണോ? പ്രിയപ്പെട്ടവരെ, മലയാളം എന്ന ഈ ചാനലിൽ ഇന്ന് ഈ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠഭാഗത്തെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഈ തിരക്കഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നായകൻ മമ്മൂട്ടിയും അതുപോലെ തന്നെ അവരുടെ അമ്മയുടെ കഥാപാത്രമായിട്ട് കവിയൂർ പൊന്നമ്മയുമാണ് ഇതിൽ വേഷം ചെയ്തിട്ടുള്ളത്. പി പത്മരാജൻ സംവിധാനം ചെയ്ത് 1985 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആ വർഷത്തെ ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും കുട്ടികളെല്ലാവരും കണ്ടിരിക്കേണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയിൽ പ്രധാന കഥാപാത്രം അമ്മയാണ്. ആ അമ്മയുടെ റോൾ ചെയ്തിട്ടുള്ളത് കവിയൂർ പൊന്നമ്മയാണ്. മലയാളത്തിൻ്റെ അമ്മ പദവി അലങ്കരിക്കുന്ന കവിയൂർ പൊന്നമ്മയാണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. ആ അമ്മ തൻ്റെ വലിയ വീട്ടുവളപ്പിലെ തൊടിയിലുള്ള മരങ്ങൾക്കൊക്കെ വീട്ടിലുള്ള ആളുകളുടെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ആ വീട്ടിൽ അമ്മ തനിച്ചാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തോന്നുമ്പോഴൊക്കെ അവർ ചെയ്യുന്നത് ആ മരങ്ങളോട് അടുത്തു പോയി വിശേഷങ്ങൾ പറയുകയും തൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരമ്മയെ നമുക്ക് ആ സിനിമയുടെ തുടക്കത്തിൽ കാണാനായിട്ട് സാധിക്കും. മക്കളെ ഒത്തിരി മിസ് ചെയ്യുന്ന, മക്കൾ പുറത്താണ്, അതുകൊണ്ട് തന്നെ അവരെ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ കാണിക്കാതെ പ്രകൃതിയോട് ചേർന്ന് മരങ്ങളോട് വർത്താനം പറയുന്ന ഒരു അമ്മ നമുക്ക് ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിലെ സീൻ 31, 32, 60 ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. 31ാമത്തെ സീനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ അമ്മയും അമ്മയുടെ മരുമക്കളായ 2 പേര്, ബിന്ദുവും അംബികയുമാണ് ഈ സീനിൽ പ്രധാനമായിട്ടും കടന്നു വരുന്ന 2 പേര്. അവരുടെ വീട്ടുജോലിക്കിടയിൽ അവർ പരസ്പരം സംസാരിക്കുകയാണ്. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എത്ര കാലമായി, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഇത്രയും വലിയ വീട്, അതുപോലെ തന്നെ തോട്ടത്തിലെ കാര്യങ്ങൾ, അസുഖങ്ങളും വയ്യായ്മകളൊക്കെ വരേണ്ട സമയമായി, അതുകൊണ്ട് അമ്മയെ കുറച്ചുകൂടി കംഫർട്ടബിളായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് ബിന്ദു പറയുന്നിടത്താണ് ഈ രംഗം തുടങ്ങുന്നത്. ഇവിടെ ബിന്ദു പറയുന്ന ഓരോ വാക്കുകളോടും അതിശയത്തോടെ അമ്മ കേൾക്കുകയും അതിന് ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലം, ആ കംഫർട്ടബിളായ സ്ഥലത്തേക്ക് അമ്മയെ കൊണ്ടുപോകാനാണ് ആ മരുമകൾ ആഗ്രഹിക്കുന്നത്. നല്ല പറ്റിയൊരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടുമൊക്കെ ഒരേ പ്രായത്തിലുള്ള ആളുകളുടെ ഒപ്പം കമ്പനി അടിച്ചും തമാശ പറഞ്ഞും ജീവിക്കാൻ ഒരവസരമുണ്ട്. അവിടേക്ക് അമ്മയെ ഞാൻ കൊണ്ടുപോകാം, ആ സ്ഥലമൊക്കെ അമ്മയെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് അവൾ പറയുന്നു. അമ്മയുടെ അതിശയത്തോടുള്ള എന്നിട്ട് എന്നുള്ള ചോദ്യത്തിന് ബിന്ദു പറയുന്നത് എന്താ, അവളൊരു പണിയെടുക്കണ്ട, സുഖമായിട്ടിരിക്കാം, ഉറങ്ങാം, വിശ്രമിക്കാം, സമയം ചെലവഴിക്കാൻ സാധിക്കും, പ്രാർത്ഥിക്കാം, അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരിക്കാനൊക്കെ പറ്റും. അതുപോലെ എക്സസൈസ്, രോഗത്തിനനുസരിച്ച് മരുന്ന്, ഡോക്ടർമാരുടെ സേവനം, എല്ലാം കൊണ്ടും കംപ്ലീറ്റായിട്ട് എല്ലാം കൊണ്ടും ഒരു വീട് അല്ലെങ്കിൽ വീട് പോലെ ഒരു സ്വർഗ്ഗലോകമാണ് അവിടെ അമ്മയെ കാത്തിരിക്കുന്നത്. അതിൻ്റെ പേര് ശരണാലയമാണ് എന്ന് പറയുന്ന ആ ഒരു രംഗം, അമ്മ വലിയ ഞെട്ടലോടുകൂടിയാണ് തൻ്റെ മരുമകളെ നോക്കുന്നത്. ശരണാലയമോ എന്ന് മരുമകളോട് നോക്കുന്ന ഒരു രംഗം ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അങ്ങനെ തൻ്റെ മരുമക്കളുടെ സംഭാഷണത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും അമ്മയെ ശരണാലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി അവർ തേടുന്നുണ്ട് എന്ന് അറിഞ്ഞ അമ്മ തൻ്റെ ആൺമക്കളോട് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രംഗമാണ് സീൻ 32-ലുള്ളത്. അമ്മ പോയി നാരായണൻകുട്ടിയോട് പറയാണ്, നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ഇവിടെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ, ആ വീടും പറമ്പും ഒക്കെ വിൽക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ സംസാരം, എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നാരായണൻകുട്ടി പറയുന്നുണ്ട്, ഈ വീടിരിക്കുന്നത് എൻ്റെ ഷെയറിലല്ല, അത് ഗോപൻ്റെയാണ്, അതുകൊണ്ട് ഇടപെടാൻ കഴിയില്ല. അവൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ്റെ ജോലി സ്ഥലത്തുള്ള ഇപ്പോഴുള്ള താമസ സ്ഥലത്തെ ഒത്തിരി കടങ്ങൾ വീട്ടാനും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് പണം ആവശ്യമുണ്ട്. ഈ വീട് അമ്മയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അമ്മയുടെ സ്വർഗ്ഗലോകം, അമ്മയുടെ ഇടം വിൽക്കാനായിട്ട്
ഗോപൻ തയ്യാറാവുകയാണ് എന്ന് വേദനയോടെ ആ മൂത്ത ജ്യേഷ്ഠൻ സംസാരിക്കുന്നു. ഈ വീടും പറമ്പുമൊക്കെ ഗോപൻ്റെ ഷെയറാണ്, അമ്മ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ രംഗം പതിയെ അവസാനിക്കുന്നുണ്ട്. നേരെ പാഠഭാഗം പോകുന്നത് 60ാമത്തെ രംഗത്തിലേക്കാണ്, സീനിലേക്കാണ്. അന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം. ആ നല്ല ദിവസം ആ വീടിൻ്റെ വിളക്കായ അമ്മയെ ശരണാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം ആ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം. അവിടെ വളരെ വേദനയോടുകൂടി നെഞ്ച് പൊട്ടി വലിയ സങ്കടത്തിൽ ആ അമ്മ ആ മുറ്റത്ത് പടിയിറങ്ങി കാറിലേക്ക് കയറി പോകുന്നുണ്ട്. തൻ്റെ പേരക്കുട്ടികളോട് തമാശയും വിഷമവും ഒക്കെ പറഞ്ഞ് പഠിക്കണം, വിളിക്കാം എന്നൊക്കെ ശാഠ്യത്തോടെ തൻ്റെ പേരക്കുട്ടികളോടൊക്കെ വലിയ സ്നേഹത്തോടെ കെട്ടിപ്പുണർന്ന് ആ അമ്മ സങ്കടത്തോടുകൂടി കരഞ്ഞ് മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെയൊക്കെ നെഞ്ച് തകർക്കുന്ന, ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു രംഗമാണത്. ആ പേരക്കുട്ടികൾ അമ്മമ്മയോട് പറയുന്നുണ്ട്, അമ്മമ്മ എന്നെ വിളിക്കണം, അമ്മമ്മ വരണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് മറുപടിയാണ് തൻ്റെ കുഞ്ഞുങ്ങളോട് അമ്മമ്മയ്ക്ക് പറയാനുള്ളത് എന്നുകൂടി വേദനിപ്പിച്ചുകൊണ്ടാണ് ആ അമ്മ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, ഇവിടുത്തെ പശുവിൻ്റെയും മറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൾ അത് നോക്കി കൈകാര്യം ചെയ്തോളും, ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ എങ്ങനെയാണോ തീരുമാനിച്ചത് ആ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ് ആ അമ്മ യാത്രയാവുന്നു. അവസാനമായിട്ട് ആ കാറിൽ കയറിയിരുന്ന് അമ്മ തൻ്റെ മക്കളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിപ്പോൾ എങ്ങോട്ടോ പോവാണല്ലോ, നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളേർ പോലും. ഞാൻ ഇപ്പോൾ ഏതോ ഒരു ലോകത്തേക്ക് പോവുകയാണ്, നിങ്ങൾ എന്നെ കൊണ്ടാക്കുകയാണ്, ശരണാലയം എന്ന് പേര് പറഞ്ഞു എനിക്ക് പരിചയമല്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടാത്തത് കൊണ്ട്, ഈ സ്ഥലത്തിനും വീടിനും നിങ്ങൾക്ക് പങ്കുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഇനി എന്നെ കാണാൻ അങ്ങോട്ട് വന്നേക്കരുത്, പിള്ളേരെ പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് നെഞ്ചു നീറിപ്പോകുന്ന ഒരമ്മ. ആ പകച്ച മുഖത്തോടുകൂടി നിൽക്കുന്ന അമ്മയെ കാണിച്ച് ആ രംഗം അവിടെ അവസാനിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ആ ഭാഗം അതോടുകൂടി കഴിയാണ്. സീൻ 60 വരെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയുടെ അവസാനം അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നുണ്ട് മമ്മൂട്ടിക്ക്. അവിടെ ശരണാലയത്തിൽ നിന്നാണ് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി, അവർ മരിച്ചുപോയി എന്നൊരു വാർത്ത ഗോപൻ കേൾക്കുന്നുണ്ട്. അവിടെ നിന്നുണ്ടാകുന്ന വലിയ കുറ്റബോധം, ഞാനാണല്ലോ എൻ്റെ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്, അമ്മയെ സുരക്ഷിതമായ ഒരിടം എന്ന രീതിയിൽ കൊണ്ടാക്കുകയും എന്നാൽ അത് എനിക്ക് എൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്നുള്ള തോന്നൽ, വിൽക്കാൻ വെച്ച സ്ഥലവും മറ്റുമൊന്നും വിറ്റുപോകാത്തൊരവസ്ഥയും, മൊത്തം ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് ആ മകനും മരുമകളും മാറുന്നുണ്ട്. പട്ടണത്തിൻ്റെ നഗരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ ഗ്രാമത്തിൻ്റെയും ആ പഴയ വീടിൻ്റെയും അമ്മയുടെയും ഒക്കെ നന്മ മറന്നുപോയ ആ മകൻ അമ്മയെ ശരണാലയത്തിലേക്ക് കൊണ്ടാക്കാൻ തീരുമാനിക്കുന്നുണ്ട് അല്ലേ. അവിടെ കഥയുടെ അവസാനം, ആ സിനിമയുടെ അവസാനം സംഭവിക്കുന്നത് എല്ലാത്തിനോടും ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തുകയും എൻ്റെ അമ്മ സംസാരിച്ച മരങ്ങൾ, അമ്മ കിടന്നുറങ്ങിയ മുറി, ആ കട്ടിൽ, ആ ലോകത്തേക്ക് വലിയ കുറ്റബോധത്തോടു കൂടി തൻ്റെ ജോലിസ്ഥലവും അവിടുത്തെ വീടും അവിടുത്തെ ജോലിയുമെല്ലാം മാറ്റിവെച്ച് ആ അമ്മയുടെ ഇടത്തിലേക്ക് തിരികെ എത്തുന്ന ഒരു മകനെ നമുക്ക് സിനിമയിലേക്ക് കാണാൻ കഴിയും. ഇതൊരു പാഠഭാഗം വന്നതിനപ്പുറം ഒരു സിനിമ ആയിട്ട് നിങ്ങൾ ആസ്വദിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ദൃശ്യാനുഭവമാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. നമ്മളെല്ലാവരും മക്കളാണല്ലേ, നമുക്കെല്ലാം തന്നെ വലിയ ഒത്തിരി വേദന നൽകിക്കൊണ്ടാണ് ആ സിനിമയിലെ ഓരോ രംഗങ്ങളും ഓരോ വാക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് പത്മരാജൻ കടത്തിവിടുന്നത്. ഈ പാഠഭാഗം നന്നായി ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പണ്ടെല്ലാം നമ്മുടെ നാട്ടിൽ വായനശാലകൾ ഉണ്ടായിരുന്നതുപോലെ ഇന്ന് നമ്മുടെ ഓരോ നാട്ടിൻപുറങ്ങളിലും വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കൂട്ടുകുടുംബത്തിൻ്റെ അടിത്തറയിൽ ജീവിച്ചിരുന്ന നമ്മളെല്ലാം അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലിടത്തിൻ്റെയും ജീവിത പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ മാറ്റം നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും വിദേശത്തെ ജീവിത രീതിയെ നമ്മൾ ഇങ്ങോട്ട് പിന്തുടരാൻ നമ്മളിവിടെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ നമുക്ക് താങ്ങും തണലും മരവുമായി നിന്ന, നമുക്ക് ആശ്വാസമായി നിന്ന, നമുക്ക് വളമായി മാറിയ നമ്മുടെ രക്ഷിതാക്കളെ മറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ
വൃദ്ധസദനത്തിലേക്ക് അവർക്ക് ഒത്തിരി കംഫർട്ടബിളായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിത രീതി അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇവിടെ ആ ജീവിത രീതിയെ നമ്മൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ. അപ്പോൾ ക്ലാസ് മുറികളിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ ഏറ്റവും നല്ലതും ചീത്തയുമായ, പ്രതികൂലവും അനുകൂലവുമായ സംവാദങ്ങൾക്ക് അവസരം കൊടുക്കണം. തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്ക് നാട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ ചില കുടുംബങ്ങളിലെങ്കിലും വൃദ്ധസദനം അല്ലെങ്കിൽ ശരണാലയം പോലുള്ള ആശ്രമങ്ങളെ നമ്മൾ ആശ്രയിച്ചു പോകുന്നുണ്ട്. അതിൽ ഒത്തിരി നല്ലതുമുണ്ട്, എന്നാൽ അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത, അതിനെ മനസ്സുകൊണ്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പാവം അമ്മമാരെ വലിച്ചെറിയുന്ന രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി വിട്ട് യാതൊരു തരത്തിലും അവരുടെ വിശേഷങ്ങൾ പോലും അന്വേഷിക്കാത്ത ആളുകളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. വൃദ്ധസദനത്തിലുള്ള എല്ലാ വൃദ്ധരായ ആളുകൾക്കും മക്കളില്ലാതെ അവിടെ പോയിരിക്കുന്ന സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. വൃദ്ധരായ വയോധികരായ അമ്മമാരെ, രക്ഷാകർത്താക്കളെ, അച്ഛനെ നോക്കാൻ പറ്റാതെ അവരെ ശരണാലയത്തിലേക്ക് കൊണ്ടുപോയി തള്ളിവിടുന്നൊരവസ്ഥ, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും സാംസ്കാരികമായിട്ടുള്ള അപജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൈക്കുഞ്ഞായി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കിട്ടുമ്പോൾ അവർ ഒരിക്കലും ഒരു ദിവസം പോലും നമ്മുടെ സങ്കടം കാണാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. നമുക്കെന്നും നല്ല ഭക്ഷണം തരാൻ, നല്ല സ്വപ്നങ്ങൾ, നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാ അവരുടെ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് നമ്മോടൊപ്പം നിന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് മറന്നുകൊണ്ട് ജീവിതത്തിൽ ഒട്ടും പരിഗണിക്കാതെ അതിനെ രണ്ടാം തരമായി കാണുകയും അവനവൻ്റെ ഇഷ്ടങ്ങൾക്കും അവനവൻ്റെ സൗകര്യങ്ങൾക്കും മാത്രം ഒന്നാമതായ ഒരിടം കൊടുക്കുന്ന മലയാളിയായിട്ട് മാറുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു കുറവായിട്ട് നമ്മൾ കാണണം. നമുക്ക് വേണ്ടി തണലൊരുക്കിയവരെ നമ്മൾ മറക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിത സ്വപ്നങ്ങളെയും വാർദ്ധക്യത്തിലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ആശ്വാസമേകാൻ ഒരു നല്ല വാക്കുകൊണ്ടോ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മക്കളെന്ന നിലയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും പ്രാർത്ഥനയും സൗഭാഗ്യവും നമുക്ക് അതിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ആരോഗ്യവും സുഖവും ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ആഗ്രഹം മക്കൾ കൂടെ ഉണ്ടാവണമെന്ന് വാർദ്ധക്യത്തിൽ ഓരോ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനൊപ്പം നിൽക്കാൻ ഓരോ മക്കൾക്കും കഴിയട്ടെ. 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾ, അവർ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന, നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന രക്ഷിതാക്കളെ, നിങ്ങളോട് അവർ കാണിക്കുന്ന നിസ്വാർത്ഥമായ സ്നേഹം മനസ്സിലാക്കി ആ സ്നേഹത്തിനൊപ്പം നിൽക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അവർക്ക് വേണ്ടി കൂടിയായിട്ട് ഇനിയുള്ള ദിവസം മാറട്ടെ. നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ പ്രവൃത്തികൾ അവരെ വേദനിപ്പിക്കാത്തതാവട്ടെ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങളെ തള്ളിക്കളയുകയല്ല വേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അവരുടെ ശരികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ശരിയാണെങ്കിൽ പകർത്താൻ മടിക്കാതെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല മക്കളായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയും. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ഈ തിങ്കളാഴ്ച നിങ്ങളെക്കൊണ്ട് പഠിപ്പിക്കുന്നതും ഇതാണ്. തിങ്കളാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാവട്ടെ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പഠന പ്രവർത്തനമായിട്ട് കഥാപാത്ര നിരൂപണം എഴുതാനാണ്. ഈ സിനിമയിൽ നമ്മുടെ ഇടനെഞ്ചിനകത്ത് തറച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം, അത് അമ്മയുടെ കഥാപാത്രമാണ്. അമ്മയുടെ സ്വഭാവം, വേഷം, അവരുടെ ചിന്തകൾ, അവരുടെ പ്രതികരണം, അവരെങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് മക്കളുടെ ഓരോ പ്രവൃത്തിയും നോക്കിക്കാണുന്നത്, അവരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെല്ലാം ഉൾപ്പെടുത്തി ഇത് വായിക്കുമ്പോൾ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ആ അമ്മ കഥാപാത്രത്തെ പറ്റി നിങ്ങൾ വിവരണം തയ്യാറാക്കിയാൽ കഥാപാത്ര നിരൂപണമായിട്ട് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കഥാപാത്രത്തെ മനസ്സിലാക്കാനും ആ അമ്മയുടെ വേദനകൾക്കൊപ്പം നിൽക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാ ദിവസവും നല്ല ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മലയാളം എന്ന ചാനൽ വീണ്ടും കാണുക, കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് ഒരുങ്ങുക. വീണ്ടും കാണാം. ബൈ.